ഞാനൊരു പോലീസുകാരിയുടെ ഒരു ഡയലോഗ് കേൾപ്പിച്ചുതരാം. ഇന്ന് കണ്ട ഒരു വീഡിയോ ആണ്. അത് കണ്ടപ്പോൾ സത്യത്തിൽ ചൊറിഞ്ഞു വന്നു എന്ന് പറയുന്നത് അതൊരു പോലീസുകാരി ആയതുകൊണ്ടാണ്, തോളത്തൊരു നക്ഷത്രം കൂടി ഉള്ളതുകൊണ്ടാണ്. ഒന്ന് കേട്ട് നോക്കി, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ, അല്ലാതെ ഈ കാക്കിക്കുപ്പായമിട്ട് ജനങ്ങളുടെ മുന്നിൽ അഹങ്കാരം കാണിക്കുന്ന പോലീസുകാരല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഈ ദൃശ്യം കേരളീയ പൊതുസമൂഹത്തെ ഒന്നടങ്കം ലജ്ജിപ്പിക്കുന്നതാണ്, പ്രകോപിപ്പിക്കുന്നതാണ്, എന്ന് പറഞ്ഞാൽ അപമാനിക്കുന്നതാണ്. യൂണിഫോമിലിരിക്കുന്ന ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ തങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോട് പറയുന്നത്, ഞങ്ങൾ നിങ്ങളെപ്പോലെ നക്കാപ്പിച്ചയ്ക്ക് ജോലി ചെയ്യുന്നവരല്ല. എന്തൊരു ധാർഷ്ട്യവും അഹങ്കാരവുമായിട്ടുള്ള ഒരു സംസാരമാണെന്ന് ചിന്തിക്കുക. ഇതൊക്കെ പറയാൻ പാടുണ്ടോ? സമൂഹത്തിൽ മാതൃകയാകേണ്ടതല്ലേ ഇവരൊക്കെ എന്ന് പറഞ്ഞു. ഈ നാട്ടിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ വെയിലത്തും മഴയത്തും ഒക്കെ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിൽ നിന്ന്, അവർ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് മാസാമാസം വാങ്ങി പണിയെടുത്തിട്ടൊക്കെ തന്നെ ശമ്പളം കൊടുക്കുന്നത് ഇവരാ. അങ്ങനെ മാസാമാസം ലഭിക്കുന്ന ശമ്പളം എണ്ണി കൊടുക്കുന്നത് എന്ന് ഈ പോലീസുകാരിക്ക് എന്തേ മറന്നുപോയത്? അവരല്ലേ ശമ്പളം കൊടുക്കുന്നത്. ഇവർ ശമ്പളം കൊടുക്കുന്നത് തന്നെ ഇവർ പറയുന്നത് കേൾക്കേണ്ടവരാണ്. എന്നിട്ടാണ് പറയുന്നത് നിങ്ങളെപ്പോലെ നക്കാപ്പിച്ചയ്ക്ക് നിൽക്കുന്നവർ ശരിയായിരിക്കും, നക്കാപ്പിച്ചയ്ക്ക് നിൽക്കുന്നവരെങ്കിലും വേറെ വഴിക്ക് പണം വരുന്നുണ്ടാവും, അറിയില്ല, കൈക്കൂലി വാങ്ങുന്നുണ്ടാവും, കോഴ വാങ്ങുന്നുണ്ടാവും. അതുകൊണ്ട് ഈ കൊടുക്കുന്ന ശമ്പളം, അതായത് ഇവർ പണിയെടുത്ത് കൂലിയാണല്ലോ വാങ്ങുന്നത് അല്ലേ? ഈ സാധാരണക്കാർ ആ കൂലി വാങ്ങുന്നതിൽ നിന്ന് ഒരു പങ്കാണല്ലോ സർക്കാരിലേക്ക് കൊടുക്കുന്നത്. ആ കൊടുക്കുന്നതിൽ നിന്നൊരു പങ്കാണല്ലോ ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത്. ആ നക്കാപ്പിച്ച കൊണ്ടല്ല ഞങ്ങൾ ജീവിക്കുന്നതെന്ന് ആ പോലീസുകാർ പറയുമ്പോൾ അതിന് പുറമെ കൈനീട്ടിക്കൊണ്ട് കിമ്പളം വാങ്ങുന്നുണ്ട് എന്ന് പറയല്ലേ, പരസ്യമായിട്ട് പറയല്ലേ? അല്ലേ? ഒരു പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്ത വാക്കുകളാണ് ഈ പൊതുമധ്യത്തിൽ നിന്ന് കേട്ടത് എന്ന് പറയാതിരിക്കാൻ വയ്യ. തോളത്ത് കിടക്കുന്ന ഒരു നക്ഷത്രമുണ്ടല്ലോ, ആ നക്ഷത്രത്തിൻ്റെ വിലയും അതിൻ്റെ ഉത്തരവാദിത്വം പോലും മനസ്സിലാകാതെയുള്ള ഇത്തരം തരം താഴ്ന്ന രീതിയിൽ സംസാരിക്കുന്ന സംസാരം ഒരു പോലീസുകാരിക്ക് ചേർന്നല്ല. സർവീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ അവരുടെ പദവിയുടെ അന്തസ്സും മാന്യതയും ഒക്കെ കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ സംഭവിച്ചത് സാധാരണ ജനങ്ങളെയും അവരുടെ അധ്വാനത്തെയും ഒക്കെ പരസ്യമായിട്ട് കളിയാക്കി പുച്ഛിച്ച് തള്ളുന്ന തരത്തിലുള്ള ഒരു സംസാരമാണ്. മോശമായിപ്പോയി, വളരെ മോശമായിപ്പോയി. പൊതുജനങ്ങളോട് മാപ്പ് പറയണം, അല്ലെങ്കിൽ ശരിയാവില്ല. സാധാരണക്കാരൻ്റെ ജീവിതവും വരുമാനമൊക്കെ നക്കാപ്പിച്ചയാണെന്ന് കളിയാക്കാൻ ഇവർക്ക് എന്താണ് ഇവരുടെ അവകാശം എന്ന് പറയുന്നത്? തെരുവിലിറങ്ങി ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരും അല്ലെങ്കിൽ സ്വന്തം വിയർപ്പൊഴുക്കി അന്നന്നത്തെ അപ്പത്തിന് വകയുണ്ടാക്കുന്നവരുമൊക്കെ ഈ നാട്ടിലെ ആത്മാഭിമാനമുള്ള പൗരന്മാരാ. അവരെ അപമാനിക്കാൻ ഒരു കാക്കിധാരിയെയും അനുവദിക്കാൻ പാടില്ല. ജനാധിപത്യ സമൂഹം അതിനെ അനുവദിക്കില്ല, അവരിഷ്ടപ്പെടുകയില്ല. തെറ്റായിട്ടുള്ള പെരുമാറ്റം, സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന പെരുമാറ്റം, അഹങ്കാരം തക്ക സമയത്ത് തിരുത്തേണ്ടതാണ്. പോലീസിൻ്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ അത് അത്യന്താപേക്ഷിതവുമാണ്. നമ്മുടെ മന്ത്രിമാരൊക്കെ ശ്രദ്ധിക്കുമല്ലെന്നറിയില്ല. ഇത്തരത്തിൽ അഴിഞ്ഞാടുന്ന ചില ഉദ്യോഗസ്ഥരുടെ അഹങ്കാരം കാരണം സേനയ്ക്കാകെ പേരുദോഷമാണ്, നാണക്കേടാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഭരണതലത്തിൽ ഇരിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ നമ്മളെ മുഖ്യമന്ത്രി വി.ഡി. സതീശനായാലും ആഭ്യന്തര മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കായാലും ഒക്കെ ഇത്തരം ധിക്കാരപരമായിട്ടുള്ള പ്രവണതകൾ തിരുത്തിയെടുക്കുക എന്നത് വലിയ വെല്ലുവിളിയായി മാറും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ജനങ്ങളുടെ ചോരയും നീരുമാണ് തങ്ങളുടെ ജീവിതമാർഗം എന്നുള്ള ഒരു ബോധം ഇല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥർ സമൂഹത്തിന് അപമാനമാണ്. ആ ഉദ്യോഗസ്ഥർക്ക് ആ ബോധം ഉണ്ടാകണം. ജനസേവനമാണ് ജോലി എന്നുള്ള ഒരു പ്രാഥമിക പാഠമുണ്ടല്ലോ, പോലീസുകാർ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രാഥമിക പാഠം. അതുപോലും മറന്ന് പെരുമാറുന്നവർക്കെതിരെ അതിശക്തമായ നടപടി ഉണ്ടാക്കണം. ഈ വീഡിയോയിൽ കണ്ടതിന് എന്തിൻ്റെ കാര്യം പറഞ്ഞാലും അത് പറയാൻ പാടില്ലാത്തതാണ്. അത് പറഞ്ഞതിന് കൃത്യമായ മറുപടി സർക്കാർ കൊടുക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അത്തരത്തിൽ സർക്കാർ ഒരു നടപടി അവരുടെ മേലിൽ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതിന് തക്കമായൊരു മറുപടി അവർക്ക് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജനം വോട്ട് ചെയ്ത് വിജയിപ്പിച്ചെടുത്തത് മരയുളകളെയാണ് എന്നൊരു പക്ഷേ ജനം പറഞ്ഞെന്ന് വരും. Different angles. Don't forget to subscribe and support this channel.